ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സവാളയും തക്കാളിയും ഒന്നും വഴറ്റാതെ കണ്ട് കുറുകിയ ചാറോടുകൂടി തയ്യാറാക്കാവുന്ന ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കി വരാം കേട്ടോ. ഇനി നമ്മൾക്ക് കടലക്കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഒരു രാത്രി മുഴുവൻ കുതിർത്ത കടല ഇവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, അതോടൊപ്പം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ഇങ്ങനെ സ്ലിറ്റ് ചെയ്തത്, അതോടൊപ്പം ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അതോടൊപ്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് കൈവച്ച് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നികക്കെ വെള്ളം ഒഴിച്ച് നമുക്കിത് ഒരു 6 വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കടലയൊക്കെ നല്ല പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് ഉരുളക്കിഴങ്ങും കടലയൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കടലയൊന്നും അരയ്ക്കാതെ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള കടലക്കറി റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ ചുവന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും ഒന്നും വഴറ്റാതെ തയ്യാറാക്കാവുന്ന ഒരു ഈസി കടലക്കറിയാണിത്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പുട്ടിനും അപ്പത്തിനും ഒക്കെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലക്കറി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.